നമസ്കാരം, മൈ ലിറ്റിൽ ഹാപ്പിനെസ് ബൈ പൂജയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അത്യുഗ്രൻ അച്ചാർ കറിയാണ്. ഇതിലേക്ക് വെജിറ്റബിൾസും വേണ്ട, മസാലയും വേണ്ട, അച്ചാറും പിന്നെ ഒരു സംഭവം കൂടി മാത്രം മതി. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഇവൻ എന്തോ പറയാനുണ്ട്, അത് വീഡിയോയുടെ അവസാനം പറയും. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ഡ്രൈ മാംഗോ ആണ്, അതായത് അടമാങ്ങ എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുക. നിങ്ങളുടെ അവിടെ എന്താ പറയുക എനിക്കറിയില്ല. ഉണക്കിയ മാങ്ങ ഉണക്കിയിട്ട് അച്ചാർ പോലെ ഉണ്ടാക്കില്ലേ, അതാണ് ഞാൻ എടുക്കുന്നത്. അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക്. പക്ഷേ അതെല്ലാവരുടെയും വീട്ടിലുണ്ടാവണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, സാധാരണ മാങ്ങ അച്ചാർ എടുത്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ അച്ചാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു വലിയ സ്പൂൺ എടുക്കുക. ഓക്കെ, അത് വെച്ചിട്ടും ഈ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ അടമാങ്ങയാണ് എടുക്കുന്നതെന്നുള്ളതുകൊണ്ട് ഇത് ഞാനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ്, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. സാധാരണ അച്ചാറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ. ഒരു സ്പൂൺ അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ഒരു വലിയ സ്പൂൺ. ഇനി ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഒരു 2 സ്പൂൺ എടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ നുറുക്കി വെച്ചിരിക്കുന്ന അടമാങ്ങ ഞാനിടുകയാണ്. നിങ്ങൾ അച്ചാറാണ് എടുക്കുന്നതെങ്കിൽ അച്ചാർ ആ ഒരു വലിയ സ്പൂൺ അച്ചാർ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇടുക. ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. നന്നായിട്ട് ഈ അച്ചാറിൽ ഓൾറെഡി നമുക്ക് കായവും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല അത് എണ്ണയിൽ കിടന്ന് മൂത്ത ഒരു മണം വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ആഹാ, ഈ പരുവത്തിൽ തന്നെ നമുക്കങ്ങ് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ഒരു നല്ലൊരു സ്മെല്ല് വരും. അത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് മൂത്ത ആ സ്മെല്ലുണ്ടല്ലോ. ഇനി ഈ ഒരു ചീനച്ചട്ടിയിൽ ഇത്തിരി എണ്ണയൊക്കെ ബാക്കിയിരിക്കുന്നില്ലേ അച്ചാറ് നമ്മൾ മൂപ്പിച്ചെടുത്തത്, അതിലേക്ക് കുറച്ച് ചോറങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് അതിലങ്ങ് മിക്സ് ചെയ്തെടുത്ത് ഒരു ഉരുളയാക്കി അങ്ങ് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ആഹാ, അതെനിക്കൊരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, അമ്മ ഇതുപോലെ അച്ചാറോ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, അവസാനം അതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതുപോലെ അതിൽ മിക്സ് ചെയ്തങ്ങ് എടുത്തിട്ട് ഒരു ഉരുള എനിക്കങ്ങ് തരാറുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. പ്ലീസ് ഡോണ്ട് മൈൻഡ്. നിങ്ങൾക്കിത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട, സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ആ ഉരുളയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഷോ എനിക്ക് വയ്യ, പെട്ടെന്ന് അമ്മ ഓർമ്മ വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ. നാളികേരമാണ് വേണ്ടത്. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ, അച്ചാറും നാളികേരവും മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ നാളികേരം എന്താ ചിരകി വെച്ചിട്ടുണ്ട്. ഈ നാളികേരവും പിന്നെ നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ ഒരു അടമാങ്ങ ഉണ്ടല്ലോ അച്ചാർ, അതും കൂടെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിലായാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ചീനച്ചട്ടി വീണ്ടും ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അച്ചാറും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടില്ലേ, ആ അരപ്പ് അതിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ടേക്കണം. ഈ സമയത്ത് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ തിളയ്ക്കുന്നതിൻ്റെ കൂടെ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റും അതിലേക്ക് നന്നായിട്ട് ആഡ് ആവും.
ഇനി അച്ചാർ കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു വറവൽ ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ്. ഒരു തടുക്ക ഇടുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് നമ്മൾ സാധാരണ കറിക്കൊക്കെ ഇടുന്ന പോലെ തന്നെ കടുകും മുളകും കറിവേപ്പിലയും കൂടി അങ്ങ് താളിച്ചിടുക. നമ്മുടെ അച്ചാർ കറി ദാ റെഡിയാണ് കേട്ടോ. കുറുകി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അതല്ല കുറച്ച് വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. കൂടുതൽ വെള്ളം ഒഴിക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്തായാലും ഈ അടിപൊളി അത്യുഗ്രൻ കറി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇനി ഇവൂന് പറയാനുള്ള കേട്ടോളൂ കേട്ടോ. എത്ര പല്ലുണ്ട് ഇവൂന്? എത്ര പല്ലുണ്ട്? സമയമെടുത്ത് വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും സന്ധിக்கலாம் ഉടനെ തന്നെ.